ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ലൂക്കസ് മാസ്റ്ററിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഗൈസ്. അപ്പോൾ ഗൈസ്, നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് നമുക്ക് 1 ബില്യൻ്റെ ക്യാമ്പയിൻ്റെ ഭാഗമായിട്ട് കുറച്ച് ഫ്രീ ട്രൈസ് തന്നായിരുന്നു. സോ അതിലത്തെ ഓരോ പ്ലേസിൻ്റെ റിവ്യൂ ആയിട്ട് നമ്മൾ ഇറക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഫസ്റ്റ് ടൈമിൽ നമ്മൾ ജെറാഡിനെ ഇറക്കി കഴിഞ്ഞു. കഴിഞ്ഞ ആഴ്ച നമ്മൾ ഇറക്കിയതാണ്. ഇത് വരാനായിട്ട് മുമ്പ് ഓൾറെഡി ജെറാഡ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് നമ്മുടെ ഈ പാക്കത്തെ ഏറ്റവും കിടിലൻ പ്ലെയറായ നമ്മുടെ റൊണാൾഡീനോയുടെ റിവ്യൂ ആണ്. സോ റൊണാൾഡീനോക്ക് അറിയാലോ, സ്കിൽഫുൾ പ്ലെയർ ആണ്. റിയൽ ലൈഫിലായിക്കോട്ടെ മൂപ്പരെ പോലത്തെ ഒരു പ്ലെയർ കണ്ടിട്ടില്ല. അമ്മാതിരി സ്കിൽസായാലും മൂപ്പര് ചെയ്യുക. അപ്പോൾ ഗെയിമിലും ആൾ അത്യാവശ്യം കിടിലൻ പ്ലെയറിനെയാണ്. എല്ലാവർക്കും യൂസ് ചെയ്യാൻ പറ്റിയ കാർഡില്ല. കാരണം ആളുടെ കളിപ്പിക്കാൻ അത്രയും സ്കില്ലൊക്കെ ഇട്ട് കളിപ്പിക്കാൻ പറ്റുന്നവർക്ക് മാത്രമാണ് ഇയാളെ പിടിക്കുള്ളൂ. അല്ലാത്തവർക്കൊന്നും ചിലപ്പോൾ കളിച്ചാൽ വഴങ്ങി വരില്ല. കുറേ പേരുടെ സ്കൂളിലൊക്കെ സബ്സ്റ്റിറ്റ്യൂഷനായിട്ട് കിടക്കുന്നത്. അപ്പോൾ നന്നായിട്ട് സ്കില്ലിട്ട് അറിയണവർക്കൊക്കെ പെർഫെക്റ്റ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റിയ കാർഡാണ് നമ്മുടെ റൊണാൾഡീനോടെ. അപ്പോൾ എന്തായാലും ഇന്നത്തെ നമ്മുടെ പരിപാടി വെച്ചാൽ നമ്മുടെ ഈ റൊണാൾഡീൻ്റെ ഒരു പ്ലെയർ വിത്ത് ഗെയിം പ്ലേ കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്ക് നോക്കി നോക്കാം റൊണാൾഡോയുടെ പ്ലെയർ പൊസിഷനും കാര്യങ്ങളൊക്കെ. സോ ഞാനിപ്പോൾ ഓട്ടോ കൊടുത്തിട്ടോ പ്ലെയർ പൊസിഷനും കൊടുത്തിക്കണ്. സോ ഓട്ടോ തന്നെയാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ നമ്മൾ കുറേ സബ്സ്ക്രൈബേഴ്സ് പറഞ്ഞു ഓട്ടോ ഇട്ടിട്ട് റിവ്യൂ ചെയ്താൽ മതിയെന്ന്. അപ്പോൾ എന്തായാലും ഓട്ടോ ഇട്ട് പടയ്ക്ക് വിചാരിച്ചു. നമുക്കിനി സെപ്പറേറ്റ് ആയിട്ട് പ്ലെയർ പൊസിഷനും കാര്യങ്ങളൊക്കെ വേണമെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ നമ്മൾ സെറ്റ് ചെയ്യണതായിരിക്കും കേട്ടോ. അപ്പോൾ എന്തായാലും ഓട്ടോ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ആളുടെ സ്റ്റാറ്റ്സും കാര്യങ്ങളൊക്കെ ഞാൻ കാണിച്ചു തരാം. അപ്പോൾ സ്റ്റാറ്റ്സ് നോക്കുകയാണെങ്കിൽ ഇതാ 29 വയസ്സുള്ള റൊണാൾഡീനാണ്. 182 ഹൈറ്റുണ്ട്. 2009-10 കാലഘട്ടത്തെ റൊണാൾഡീനാണ് കേട്ടോ അത്. അപ്പോൾ AC മിലാനാണ്. റൈറ്റ് ഫുട്ടറാണ് ആൾ. പ്രൊളിഫിംഗറാണ് കാർഡ് വന്നിരിക്കുന്നത്. ആ ലെഫ്റ്റിംഗ് ഫോർവേഡ്, ലെഫ്റ്റ് മിഡ്ഫീൽഡ്, AMF, അതുപോലെ തന്നെ CMF കളിക്കും. അല്ല SS, AMF, റൈറ്റിംഗ് ഫോർവേഡ്. പിന്നെ 2 പൊസിഷനിലേക്ക് ആൾ ബൂസ്റ്റ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ കളിക്കും കേട്ടോ. അപ്പോൾ ആളുടെ പ്ലേ സ്റ്റൈൽസ് വന്ന് ട്രിക്കിയസ്റ്ററാണ്. റൈറ്റിംഗ് ഫോർവേഡ് ഇതായിട്ട് കൊടുത്തിട്ടുണ്ട്, അഡീഷണൽ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് ഓവർ റേറ്റിംഗ് വന്നിരിക്കുന്നത് 104 ആണ്. ഇയാളുടെ സ്റ്റാറ്റ്സ് നോക്കുകയാണെങ്കിൽ അറ്റാക്കിംഗ് അവയർനെസ് 89 ഉണ്ട്. ബോൾ കൺട്രോൾ 101, ഡ്രിബിളിങ് 99, ടൈറ്റ് പൊസിഷൻ 99. അപ്പോൾ ഈ കാർഡ് മെയിനായിട്ട് നമ്മൾ ഡ്രിബിളിങ്ങിലേക്കാണ് യൂസ് ചെയ്യേണ്ടത്. സ്കില്ലിട്ട് കളിക്കാൻ പറ്റുന്നുണ്ടോ നിങ്ങൾക്ക് കിഡിലായിട്ടാണ് ഈ കാർഡ് യൂസ് ചെയ്യാൻ പറ്റുക. കാരണം അത്രയും ഡ്രിബിളിങ് സ്റ്റാറ്റ്സ് ആണ് ആൾക്ക് കൊടുത്തിരിക്കുന്നത്. അതുപോലെ ലോ പാസ് 82, ലോഫ്റ്റഡ് പാസ് 85 വന്നിരിക്കുന്നത്. ഫിനിഷിങ് 85 ഉണ്ട്. കുഴപ്പമില്ല, നമുക്ക് എന്തായാലും അടിച്ചേച്ചാൽ നോക്കാം. ഓട്ടോയാണ് കേട്ടോ ഇത്. അതുപോലെ തന്നെ സെറ്റ് പീസ് ടേക്കിങ് 87 ഉണ്ട്. കേളും 82. അപ്പോൾ സെറ്റ് പീസൊക്കെ അത്യാവശ്യം കുഴപ്പമില്ലാണ്ട് അടിക്കാൻ പറ്റും. കേളും കുഴപ്പമില്ല, കേളൊക്കെ ഇതിടാം. അതുപോലെ തന്നെ സ്പീഡ് 85, ആക്സലേഷൻ 93, കിക്കിംഗ് പവർ 86. അപ്പോൾ സ്പീഡ് ഉണ്ട്, ആക്സലേഷൻ അതിനായിട്ടും കൂടുതലുണ്ട്. അപ്പോൾ കസ്റ്റമൈസ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് ഇതൊക്കെ ഒരു 90ന് മുകളിലൊക്കെ എത്തിക്കാം കേട്ടോ. അപ്പോൾ നിങ്ങളത് പേടിക്കണ്ട. അതുപോലെ തന്നെ ബാലൻസ് 93, സ്റ്റാമിന 83. സ്റ്റാമിന കുറവാണ്, എന്നാലും നമുക്ക് ഒരു 70 മിനിറ്റ് 65 മിനിറ്റ് ഒക്കെ പെടായിട്ട് കളിപ്പിക്കാൻ പറ്റും. പിന്നെ അതിൽ വീക്ക്വുഡ് യൂസേജ് റയറിലാണ്. വീക്ക്വുഡ് ആക്യുറസി ഹൈ ആണ്. ഫോം അൺവെയറിങ്, ഇഞ്ചുറി റെസിസ്റ്റൻസ് മീഡിയം. അപ്പോൾ ഇഞ്ചറി ഒക്കെ വെട്ട് കിട്ടിയാൽ ഒന്ന് കയറിയിരിക്കാൻ ചെറിയ ചാൻസ് ഉണ്ട് കേട്ടോ. കുഴപ്പമില്ല, എന്തായാലും നമുക്ക് കളിപ്പിക്കേണ്ട ആദ്യം, എന്നിട്ട് നമുക്ക് നോക്കി നോക്കാം. അപ്പോൾ അത്യാവശ്യം കുഴപ്പമില്ലാത്ത സ്റ്റാറ്റ്സ് ഉണ്ട്. ഡ്രിബിളിലേക്കാണ് മെയിനായിട്ട് അവൾ ഫോക്കസ് ചെയ്യുന്നത്. ലെഫ്റ്റിംഗ് ഫോർവേഡാണ്. ഞാൻ പറയുകയാണെങ്കിൽ ഓട്ടോ കൊടുക്കാനായിട്ടില്ല, കസ്റ്റമൈസ് ചെയ്ത് പഠിക്കണം തന്നെയായിരിക്കും. കസ്റ്റമൈസ് എന്തായാലും നമുക്ക് ഇൻസ്റ്റയിൽ പഠിക്കാം കേട്ടോ. അതുപോലെ തന്നെ ആൾക്കാർ അപ്പോൾ കൊടുത്തിരുന്ന സ്ട്രൈക്കേഴ്സ് ഇൻസ്റ്റൻറ്റ് പറഞ്ഞ ആ ബൂസ്റ്ററാണ്. നിങ്ങൾ വേണമെങ്കിൽ വല്ല ആക്യുറസി അല്ലെങ്കിൽ ഫ്രീ കിക്ക് ടേക്കിങ്ങോ ബോൾ ക്യാരിങ്ങോ കൊടുത്താൽ മതി. വിങ്ങിൽ സ്ട്രൈക്കേഴ്സിൻ്റെ തന്നെ കുഴപ്പമൊന്നുമില്ല കേട്ടോ. അപ്പോൾ എന്തായാലും നിങ്ങൾ ഏതാ കൊടുത്ത് കിട്ടി പറഞ്ഞെങ്കിൽ ഏതാ കൊടുത്ത് ആകാൻ വേണ്ടി കേട്ടോ. അതുപോലെ തന്നെ ആളുടെ സ്കിൽസ് വരുന്നത് CC റിഫൈൻസ് ഉണ്ട്. അതുപോലെ തന്നെ ഡബിൾ ടച്ച് ഉണ്ട്, ഫ്ലിപ്പ് ഫ്ലാപ്പ് ഉണ്ട്, സാംബെയർ ഉണ്ട്, സോൾ കൺട്രോൾ, ലോങ് റൈഡ് കേളർ ഉണ്ട്, ത്രൂ പാസിംഗ് ഉണ്ട്, ഔട്ട് സൈഡ് കേളർ ഉണ്ട്, നോ ലുക്ക് പാസ് ഉണ്ട്, ഫിനോൽ പാസ് ഉണ്ട്. അപ്പോൾ ഫിനോൽ പാസ് പറഞ്ഞ സ്കില്ലാണ് വന്നിരിക്കുന്നത്. വല്ല മൂവ്മെൻറ്റ് ഡ്രിബിളിംഗ് ഒക്കെ ആയിട്ട് കൊണ്ടുപോകുന്നതായിരുന്നു ഇത്. ഫിനോൽ പാസ് ഞാനെന്തായാലും പാസിട്ട് കളിക്കാൻ പോകില്ല. ഞാൻ റൊണാൾഡീന് കിട്ടിക്കഴിഞ്ഞാൽ മാക്സിമം ട്രിപ്പിൾ ചെയ്യുക, ഓടിച്ച് കയറി അടിക്കാൻ നോക്കുക. അതൊക്കെയാണ് മെയിനായിട്ട് ഞാൻ ചെയ്യുക. അല്ല, മെയിൻ റിവ്യൂ കൂടെ അങ്ങനെയാണല്ലോ. അപ്പോൾ എന്തായാലും നോക്കാം. അപ്പോൾ ഞാനിലേക്ക് ആൾക്ക് സെപ്പറേറ്റ് ആയിട്ട് ആഡ് ചെയ്തൊരു മാസ്റ്ററായിട്ടാണ് ആഡ് ചെയ്തിട്ടുണ്ട്. വേറെ ഒന്നുമില്ല, സ്കിൽ ടോക്കനും കാര്യങ്ങളൊന്നും ഇല്ല അത്. അപ്പോൾ ഇതിൽ റേസിംഗ് ഷോട്ട് ആഡ് ചെയ്യണം, ലോങ് റേഞ്ച് ഷൂട്ടിങ് ആഡ് ചെയ്യണം, മെയിനായിട്ട് ഗോളൊക്കെ അടിക്കാതെ മതി. ഓക്കെ, ഇത്ര ഒന്ന് ആഡ് ചെയ്ത് കൊടുത്തോ. അപ്പോൾ എന്തായാലും ഗൈസ്, ഇന്ന് ഈ റൊണാൾഡീനോനെ വെച്ചിട്ടാണ് നമ്മളുടെ കളി കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്ക് നോക്കി നോക്കാം ഇന്നത്തെ കളി എങ്ങനെ ഉണ്ടാവുമെന്ന്. മാക്സിമം ഗോൾ അടിക്കുക, ഡ്രിബിൾ ചെയ്ത് കയറുക നോക്കുക, അതൊക്കെയാണ് നമ്മളിന്ന് ചെയ്യണത് കേട്ടോ. അതുപോലെ തന്നെ നമുക്ക് ആ റെയിൻബോ സ്കില്ലൊക്കെ വന്നിട്ടുണ്ട്. അതൊക്കെ പിറ്റാൻ ഇടയിൽ പരീക്ഷയൊക്കെ, ഞാൻ അതിൽ മാസ്റ്ററൊന്നും ആയിട്ടില്ല. അപ്പോൾ അതിൻ്റെ ട്യൂട്ടോറിയൽ വീഡിയോ ഒക്കെ വേണമെങ്കിൽ ജസ്റ്റ് താഴെ കമൻറ്റ് ചെയ്താൽ നമ്മൾ അതിനനുസരിച്ച് ചെയ്യേണ്ടതായിരിക്കും. ഷോർട്സ് ആണെങ്കിൽ ഷോർട്സ്, അല്ലെങ്കിൽ ലോങ് വീഡിയോ ആണെങ്കിൽ ലോങ് വീഡിയോ അങ്ങനെ ചെയ്യാം കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്ക് നോക്കി നോക്കാം റൊണാൾഡീനോയുടെ പെർഫോമൻസ് എങ്ങനെ ഉണ്ടാവുമെന്ന്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. എൻസോ റൊണാൾഡീനോ ടേൺ എടുക്കാം. എടാ പന്ത് എടുക്കുക. ഓക്കെ, റൊണാൾഡീനോ എടുത്തിട്ടുണ്ടോ. ഓക്കെ, റോൾ ഓവർ, നൈസ് വൺ. റൊണാൾഡീനോ ടേൺ എടുക്കാം. ഓക്കെ, നൈസ് ടേൺ. റൊണാൾഡീനോ ഒരു റോൾ ഓവർ, മിസ്സായി. പെലെ ഇറ്റ്സ് ബാറ്റിസ്റ്റൂട്ടാണ് എടുക്ക്. ഓക്കെ, സെലിബയുടെ ഗ്രേറ്റ് ടാക്കിളായിരുന്നു. എൻസോ ഫെർണാണ്ടസ് ത്രൂ ബോൾ ടു റൊണാൾഡീനോ. ഓക്കെ, നൈസ് വൺ. ഓക്കെ, ഒരു റോൾ ഓവറോട് കടിപ്പിച്ച് നോക്കാം. റൊണാൾഡീനോ എൻ്റെ മോനെ ഗൈസ്. അപ്പോൾ ഫസ്റ്റ് ടൈമിൽ സ്കോർ ചെയ്തിരിക്കുകയാണ് നമ്മൾ റൊണാൾഡീനോ. അപ്പോൾ റിവ്യൂവിൽ ഫസ്റ്റ് ടൈമിന് ഒരു ഗോൾ സ്കോറിങ് വന്നിട്ട് കേട്ടോ. സോ റൊണാൾഡീനോ അത് ഫസ്റ്റത്തെ അറ്റംപ്റ്റ് ഗോളായി ഒന്നുകൂടെ അടിപൊളിയായിരുന്നു. കുഴപ്പമില്ല, ഗോളായി.
എടാ അടി അടി അടി. ഈ റൊണാൾഡീനോ എടുക്ക്. ഓക്കെ റൊണാൾഡീനോ. ഓക്കെ മാർസലോ ടേൺ. റൊണാൾഡീനോ റോൾ ഓവർ കൊടുക്കാം. ഓക്കെ നൈസ് റൊണാൾഡീനോ അടുപ്പിച്ച് നോക്കാം. റൊണാൾഡീനോ അയ്യേ. ഓക്കെ സിൽവസ്റ്റർ ത്രൂ വയ്ക്കുക റൊണാൾഡീനോക്ക്. ഓക്കെ റൊണാൾഡീനോ റോൾ ഓവർ കൊടുക്കാം. ഓക്കെ നൈസ് മാർസലോ ടേൺ. ഓക്കെ റൊണാൾഡീനോ അടുപ്പിച്ച് നോക്കാം. റൊണാൾഡീനോ ഡീനോ കമോൺ ഡീനോ. ഫോർലാൻ. ഓക്കെ നമ്മൾ എടുത്തിട്ടുണ്ട് ഡേവിഡ്സ് ആൻഡ് പാസ് റൊണാൾഡീനോ അടുപ്പിച്ച് നോക്കാം. റൊണാൾഡീനോ അത് ലോ സ്ക്രീമർ പോലെ കാർപ്പറ്റ് ഷോട്ട് ഇട്ടോ. സോ വീണ്ടും റൊണാൾഡീനോ ഗോൾ സ്കോർ ചെയ്തിരിക്കുകയാണ് ഗൈസ്. ഡീനോ ഇടുക്കടാ സിൽവസ്റ്ററെ പൂട്ടവൻ. അവൻ കുറച്ച് സീനായിട്ടാണ് കളിക്കണേ സിൽവസ്റ്റർ. കേട്ടോ ടേൺ എടുക്കും. ഓക്കെ നമ്മൾ എടുത്തിട്ടുണ്ട് സിൽവസ്റ്റർ ആൻഡ് ഇറ്റ്സ് റൊണാൾഡീനോ ആണ്. നമുക്ക് എന്തായാലും നേരെ പോവാം. റൊണാൾഡീനോ ഓക്കെ അവൻ സൈഡിക്ക് വരുന്നുണ്ട്. റൊണാൾഡീനോ ഉയിസൻ അവിടെ പോയി. റൊണാൾഡീനോ ഓക്കെ ഡ്രിബിൾ ചെയ്യാം. റൊണാൾഡീനോ ഓക്കെ ഒരു കേട് കൊടുക്കാം. റൊണാൾഡീനോ അയ്യേ. മർമോഷ് ആൻഡ് ഇറ്റ്സ് ബാച്ചസ് ഷൂട്ടാ. ഓക്കെ നമ്മൾ എടുത്തിട്ടുണ്ട്. എൻസോ ത്രൂ വയ്ക്കാം ആൻഡ് റൊണാൾഡീനോ. ഓക്കെ റൊണാൾഡീനോ ഉണ്ട് ഗൈസ്. റൊണാൾഡീനോ ഓക്കെ നൈസ് ഡ്രിബിൾ ടേൺ എടുക്കാം. ഓക്കെ നൈസ് വൺ ഒരു റോൾ ഓവർ. ഓക്കെ റൊണാൾഡീനോ നൈസ് ഗോൾ. റോൾ ഓവർ ഇട്ട് പക്ഷേ മാസ്റ്ററേറ്റയുടെ വന്ന് ഗൈസ്. എന്തായാലും ഗോൾ സ്കോർ ചെയ്യുന്നുണ്ട് റൊണാൾഡീനോ അഗെയിൻ. കുഴപ്പമില്ലാത്ത ഗോളായിരുന്നു. ലയണൽ മെസ്സി ഓക്കെ നമ്മൾ എടുത്തിട്ടുണ്ട്. ഡേവിഡ്സ് ആൻഡ് ഇറ്റ്സ് റൊണാൾഡീനോ നൈസ് റൊണാൾഡീനോ ഓക്കെ ഡ്രിബിൾ ചെയ്യാം. എടാ പെനാൾട്ടി. യെസ് ഗൈസ് അപ്പോൾ പെനാൾട്ടി നേടിയെടുത്തിരിക്കുകയാണ് നമ്മുടെ റൊണാൾഡീനോ. അപ്പോൾ എന്തായാലും റൊണാൾഡീനോ തന്നെ നമുക്ക് അടുപ്പിക്കാൻ നോക്കാം. ക്ലിയർ പെനാൾട്ടി തന്നെയാണ്, നോക്കാനൊന്നുമില്ല അത്. എടാ 4 ലൈനാണ്. നമുക്ക് എന്തായാലും റൊണാൾഡീനോ മതി. റൊണാൾഡീനോക്ക് എത്ര 82 ഉള്ളൂ കേട്ടോ. അത് കുഴപ്പമില്ല. പെനാൾട്ടി പെസിൽ എനിക്ക് അറിയാമല്ലോ. എങ്ങനെ അടിച്ചാലും ഗോൾ ചാടാണ്ടിരുന്നാൽ മതി. സെൻറ്ററിന് കൊടുക്കാം. ഓക്കെ ഗൈസ് ഗോൾ അടിച്ചിട്ടുണ്ട് റൊണാൾഡീനോ. അപ്പോൾ വീണ്ടും ഗോൾ സ്കോർ ചെയ്തിട്ടുണ്ട്. മൂപ്പരനെ നേടിയെടുത്താൽ മൂപ്പരനോട് തന്നെ ഗോൾ സ്കോർ ചെയ്തു. കുഴപ്പമില്ല. ഫസ്റ്റ് ഗവോച്ചോ റൊണാൾഡീനോ ഓക്കെ ടേൺ എടുക്കാം. ഓക്കെ റൊണാൾഡീനോ എടാ ഡ്രിബിൾ ചെയ്യാട്ടോ റൊണാൾഡീനോ. ഓക്കെ നമുക്ക് ഒന്ന് ടേൺ എടുക്കാം. ഓക്കെ നൈസ് റൊണാൾഡീനോ. ഓക്കെ അവിടെ നിന്ന് എൻ്റെ പൊന്നാളി ഏതാ ടേൺ റോൾ ഓവർ അടുപ്പിച്ച് നോക്കാം. റൊണാൾഡീനോ എൻ്റെ ആളി ആ ടേൺ ഏതായിരുന്നു. ഓക്കെ ഡേവിസ് ആൻഡ് ഇറ്റ്സ് എൻസോ ടു ഗവോച്ചോ. റൊണാൾഡീനോ ഓക്കെ നൈസ് റൊണാൾഡീനോ അടുപ്പിച്ച് നോക്കാം. റൊണാൾഡീനോ ലെറ്റ്സ് ഗോ. നൈസ് റോൾ ഓവർ ആയിരുന്നു. അതെന്തൊരു കിടിലം ഫിനിഷും. റൊണാൾഡീനോ ഓൺ ഫയർ ഗൈസ്. ലെഫ്റ്റിംഗ് ഫോർവേഡിൽ താണ്ട പറഞ്ഞിട്ട് ഒരു രക്ഷയില്ല. കട്ടി തുള്ളി കയറി അടിക്കാൻ. സെൽവസ്റ്റർ ഓക്കെ ഡേവിസ് ആൻഡ് എടാ സെൽവസ്റ്റർ എടുക്കടാ പോവല്ലേ. ഓക്കെ റൊണാൾഡീനോ റോൾ ഓവർ കൊടുക്കാം. ഓക്കെ നൈസ് ഡ്രിബിൾ. റൊണാൾഡീനോ റോൾ ഓവർ അടുപ്പിച്ച് നോക്കാം. റൊണാൾഡീനോ എൻ്റെ പൊന്നെ ഗൈസ് ഒരു രക്ഷയില്ല കേട്ടോ. മൂപ്പരടി ചെതറി കയറുന്നുണ്ട്. കിടിലൻ ഡ്രിബിളിങ് ഇടുക്ക്. ഓക്കെ നൈസ് ഡേവിസ് ആൻഡ് ഇറ്റ്സ് റൊണാൾഡീനോ. ഓക്കെ മാർസലോ ടേൺ റോൾ ഓവർ നൈസ് വൺ. റൊണാൾഡീനോ അടുപ്പിച്ച് നോക്കാം. റൊണാൾഡീനോ എടാ ബ്ലോക്കടാ. ഓക്കെ ഫോറിലെ റൊണാൾഡീനോക്ക് എടാ ഓഫല്ലോ. റൊണാൾഡീനോ ഗോളായി. ഭാഗ്യമുണ്ട്. ഞാൻ ഒന്ന് നിരാശരായി അത് ഗോളായില്ല വെച്ചിട്ട്. പക്ഷേ ഭാഗ്യത്തിന് ഇവിടെ കല്ലിട്ട് കിട്ടി. ആൻഡ് ഇറ്റ്സ് ഡേവിസ് റൊണാൾഡീനോ എടാ നമുക്ക് ആ റെയിൻബോ ഒന്ന് ഇട്ടോക്കാം. ഓടാളിയോ ജൈസാനും. ഓക്കെ റൊണാൾഡീനോ അയ്യേ മിസ്സായടാ. പെട്ട ട്രൈ ആയിരുന്നു. ഓക്കെ സെൽവസ്റ്റർ ആൻഡ് ഇറ്റ്സ് റൊണാൾഡീനോ. ഫെർണാണ്ടസ് ആൻഡ് ഇറ്റ്സ് സെൽവസ്റ്റർ ത്രൂ വയ്ക്കാം. റൊണാൾഡീനോ ഓക്കെ റൊണാൾഡീനോ അടുപ്പിച്ച് നോക്കാം. റൊണാൾഡീനോ എടാ സേവ്. ആൻഡ് ഫോർലാൻ ടു ബാച്ചസ് ഷൂട്ടാ. ത്രൂ ബോൾ ടു റൊണാൾഡീനോ ഓക്കെ റൊണാൾഡോ അടുപ്പിച്ച് നോക്കാം. എടാ ഫൗള്. ഓക്കെ ഫൗള് കിട്ടിയിട്ടുണ്ട്. എന്തായാലും നമുക്ക് ഓക്കെ എല്ലോ എടാ പരിക്കൊന്നും വെച്ചാണ്ടിരുന്നാൽ മതിയായിരുന്നു. നേരത്തെ ഒക്കെ ഫ്രീ കിക്കിന് പരിക്ക് കിട്ടിയായിരുന്നു. ചെക്കനെ ഫ്രീ കിക്ക് അടിപ്പിക്കുകയാണെങ്കിൽ നമുക്ക് റൊണാൾഡീനോ അവിടെ നിൽക്കണ്ടേ. എന്താ റൊണാൾഡീനോ ഉണ്ടാവും ഗൈസ്. ഓക്കെ സോ നമുക്ക് എന്തായാലും റൊണാൾഡീനോണ്ട് അടിപ്പിക്കാം. ഓക്കെ റൊണാൾഡീനോ വരട്ടെ. ഓക്കെ മുക്കിലേക്കൊന്ന് കേളിയാം. ഓക്കെ പെർഫെക്റ്റാ തോന്നുന്നുണ്ട്. ഓക്കെ അത് മതി. റൊണാൾഡീനോ എൻ്റെ അളിയ ഗോൾ ഗൈസ്. റൊണാൾഡീനോ സ്കോർസ് എ ഫ്രീ കിക്ക്. പൊളി ഗോളായിട്ട് അത് ഒരു രക്ഷയില്ല. നല്ല ബെൻഡായിരുന്നു. കിടിലൻ കേളും. സോ ഗൈസ് കിടിലൻ ഫ്രീ കിക്ക് ഗോള്. കിടിലൻ സാധനം ഒന്നും പറയില്ല. ഓക്കെ ഗൈസ് ഒരു കോർണർ കിട്ടിയിട്ടുണ്ട് കേട്ടോ. നമുക്ക് എന്തായാലും ഡയറക്റ്റ് റൊണാൾഡീനോട് തന്നെ നമുക്ക് 6 അടിക്ക് കൊടുക്കാൻ മതി. ഓക്കെ അടോ ബാറ്റി ഗൈസ് കിടിലൻ കോർണർ ഫ്രം നമ്മുടെ റൊണാൾഡീനോ. എന്തായാലും ബാറ്റ് ഷൂട്ട ഗോൾ അടിച്ചിട്ട് കേട്ടോ. ഓക്കെ റൊണാൾഡീനോ ത്രൂ ബോൾ വയ്ക്കാം. എൻസോ ഫെർണാണ്ടസ് ഓക്കെ ടേൺ എടുക്കാം. റൊണാൾഡീനോ പോകുന്നുണ്ട് ത്രൂ വയ്ക്കാം. ഓക്കെ റൊണാൾഡീനോ ടേൺ എടുക്കാം. ഓക്കെ റൊണാൾഡീനോ അടുപ്പിച്ച് നോക്കാം. ബ്ലോക്ക് വന്നടാ. എടാ ഡേവിസ് എടുക്കുക. ഓക്കെ ഡേവിസ്
ആൻഡ് എൻസോ ടു മെസ്സി ടു ഡേവിസ്. ഓക്കെ റൊണാൾഡീനോ ഉണ്ട് അവിടെ. ഓക്കെ ട്രെയിൻ അടിപ്പിച്ച് നോക്കാം റൊണാൾഡീനോ. ലെറ്റ്സ് ഗോ ഗൈസ്. അപ്പോൾ റൊണാൾഡീനോ വീണ്ടും ഒരു ഔട്ട് സൈഡ് കയറുള്ള ഗോൾ അടിച്ചിരിക്കുകയാണ്. ലെഫ്റ്റ് കൊണ്ട് അടിച്ചിരിക്കുകയാണ്. ഔട്ട് സൈഡ് അല്ല, സോറി. നമ്മളെടുത്തിട്ട് മെസ്സി പാസ് ടു റൊണാൾഡീനോ ടേൺ എടുക്കാം. ഓക്കെ നൈസ് വൺ. റൊണാൾഡീനോ ടേൺ എടുക്കാം. ഓക്കെ റൊണാൾഡീനോ ത്രൂ ബോൾ ഒക്കെ അൽവാർസിൻ്റെ അവിടെ. ഓക്കെ അല്ല മെസ്സി ഫോർലൈൻ ആണ്. ഓക്കെ റൊണാൾഡീനോ അടിച്ചു നോക്കാം. റൊണാൾഡീനോ എടാ സേവ്ടാ ഷേ. ആൻഡ് ഇറ്റ്സ് ഡേവിസ് എടുത്തിട്ടുണ്ട് ടു ഗവോച്ചോ. ഓക്കെ നൈസ് മാസ് റിട്ടേൺ. റൊണാൾഡീനോ ഓപ്പൺ ആണ്. റൊണാൾഡീനോ അടിപ്പിച്ചു നോക്കാം. റൊണാൾഡീനോ എടാ പോസ്റ്റ് അടിച്ചടാ. വെറേസി എൻസോ ആൻഡ് മെസ്സി ടു ഫോർലൈൻ. ഓക്കെ റൊണാൾഡീനോ ഫേക്ക് ഇട്ട് അടിപ്പിച്ചു നോക്കാം. റൊണാൾഡീനോ ഗോളി കയറി വന്നിട്ട് അല്ല അതെന്തായാലും ഗോളാവും. കിടിലം കേളായത്. റൊണാൾഡീനോ സ്കോർ ചെയ്തിട്ടുണ്ട് കേട്ടോ. ഫേക്ക് ഷോട്ട് ആൻഡ് കേളായിരുന്നു അത്. ഗോളി കയറി വന്ന സ്പേസ് പറയുള്ളൂ, എങ്ങനെ പോലെ കയറും. ഓക്കെ റൊണാൾഡീനോ. ഓക്കെ ടേൺ എടുക്കാം. ഓക്കെ ടേൺ. ഓക്കെ റൊണാൾഡീനോ നൈസ് ഡ്രിബ്ലിംഗ്. റൊണാൾഡീനോ നൈസ് ഡ്രിബ്ലിംഗ്. ഓക്കെ റൊണാൾഡീനോ അടിപ്പിച്ചു നോക്കാം. റൊണാൾഡീനോ ബാങ്കർ ഫ്രം റൊണാൾഡീനോ. വാട്ട് എ ഗോൾ ഫ്രം റൊണാൾഡീനോ ഗൈസ്. റൊണാൾഡീനോ കുക്ക് ചെയ്തിട്ടോ, ഒരു രക്ഷയില്ല, പൊളി ഗോളുള്ള സ്കോർ ചെയ്തിട്ടോ. അപ്പോൾ ഗൈസ് നമ്മുടെ റൊണാൾഡീനോ വെച്ചിട്ട് ഇപ്പോൾ കുറച്ച് കളിയൊക്കെ കളിപ്പിച്ചു. അപ്പോൾ മൂപ്പര് പറയുന്ന ഫ്രീ കാർഡിൻ്റെ ഒരു പവർ ഉണ്ടോ വെച്ചാൽ ഉണ്ട്. സംഭവം കുഴപ്പമില്ല, അത്യാവശ്യമുള്ള കാർഡാണ്. നിങ്ങൾ മെയിനായിട്ട് ഇതിനെ ഡ്രിബിൾ ചെയ്യാൻ നോക്കുക. ഡ്രിബിൾ ചെയ്ത് കളിപ്പിക്കാൻ നോക്കിക്കഴിഞ്ഞാൽ അടിപൊളിയായിട്ട് നിങ്ങൾക്ക് പറ്റും. അതുപോലെ തന്നെ ഷൂട്ടിംഗ് സ്കിൽസൊക്കെ ഈ പറഞ്ഞ പോലെ തന്നെ റേസിംഗ് ഷോട്ട്, ലോങ് റേഞ്ച് ഷൂട്ടിങ് കൊടുക്കുക. പിന്നെ സ്കില്ലൊക്കെ ഇട്ട് കളിക്കണവരാണെങ്കിൽ മെയിനായിട്ട് മാസ്റ്റർ ആയിട്ട് കൊടുക്കുക. അപ്പോൾ ഇത്രയും കൊടുത്ത് എനിക്ക് റൊണാൾഡീനോനെ അത്യാവശ്യം അടിപൊളിയായിട്ട് തന്നെ പെർഫോം ചെയ്ത് കളിപ്പിക്കാൻ പറ്റുന്നതാണ് എൻ്റെ പ്രതീക്ഷ. അതുപോലെ തന്നെ ഓട്ടോ കൊടുക്കേണ്ട പ്രോഗ്രഷൻ, കാരണം വെച്ചാൽ ഓട്ടോയിൽ എനിക്ക് അധികം സാറ്റിസ്ഫാക്ഷൻ കിട്ടിയില്ല കളി. അപ്പോൾ മാക്സിമം നിങ്ങൾ കസ്റ്റമൈസ് ചെയ്ത് ഡ്രിബിളിങ്ങിൻ്റെ അവിടേക്ക് കുറച്ച് വേണമെങ്കിൽ എന്നാലും സ്പീഡ് കുറച്ച് കൂട്ടാൻ നോക്കുക. ഓക്കെ ആക്സിലേഷൻ സ്പീഡൊക്കെ ഒരു 90-ന് മുകളിലൊക്കെ ആയിക്കഴിഞ്ഞാൽ ആൾ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ കളിപ്പിക്കാൻ പറ്റും. കിക്കിംഗ് പവറൊക്കെ അത്യാവശ്യം ഉണ്ട്. പിന്നെ അടിച്ച കയറാത്തതിൻ്റെ മെയിൻ റീസൺ എന്താ വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ആ റേസിംഗ് ഷോട്ടും അതുപോലെ തന്നെ ലോങ് റേഞ്ച് ഷൂട്ടിംഗ് പറഞ്ഞാൽ ആ സ്കില്ലും കൂടി ആഡ് ചെയ്ത് കൊടുക്കണം. നല്ല പെർഫെക്റ്റ് ആയിട്ട് നിങ്ങൾക്ക് ഷൂട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റുള്ളൂ. കാരണം ആൾക്ക് വേറെ ഷൂട്ടിംഗ് സ്കില്ല് വെച്ചാൽ ലോ സ്ക്രീമർ, വിൽ പവർ അങ്ങനത്തെ ഷൂട്ടിംഗ് സ്കില്ലാത്തതുകൊണ്ട് തന്നെ എനിക്ക് അധികം പവർഫുൾ ആയിട്ട് തോന്നില്ല. പിന്നെ ആൾക്ക് കൊടുത്തിരിക്കുന്നത് പിന്നെ ഒരു പാസ് പറഞ്ഞ സ്കില്ലാണ്. പക്ഷെ അതിൽ ഞാൻ അധികം യൂസ് ചെയ്തില്ല ഈ പാസിംഗ് ഒന്നും ഇതിൽ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ എനിക്ക് റൊണാൾഡീനോ, നെയ്മർ, അതുപോലെ തന്നെ ഒലീസെ, യമാലിബരെ ഇങ്ങനത്തെ പ്ലേസിനൊക്കെ എൻ്റെ കയ്യിൽ കിട്ടി എനിക്ക് ഡ്രിബിൾ ചെയ്യാനേ തോന്നുള്ളൂ. നമ്മൾ ഉള്ളതുകൊണ്ട് ഡ്രിബിൾ ചെയ്യാനേ പറ്റുള്ളൂ. മറ്റേ ആർട്ടിഫിഷ്യലായിട്ട് ചെയ്യാൻ നോക്കി കഴിഞ്ഞാൽ ഒന്നും നടക്കില്ല. പാസിങ്ങൊക്കെ അതുകൊണ്ട് എനിക്ക് വലിയ രീതിയിൽ തൃപ്തി വന്നില്ല. അതുകൊണ്ട് അധികം കൊടുക്കാണ്ടിരുന്ന് വേറെ ഒന്നും വിചാരിക്കേണ്ട. അപ്പോൾ എന്തായാലും ഗൈസ് എനിക്ക് ഒരു 10 ഒരു 6 കൊടുക്കാൻ പറ്റിയ കാർഡായിട്ടാണ് തോന്നിയത്. എനിക്ക് ഓവറോൾ വെക്കുകയാണെങ്കിൽ അത്ര ഹൈപ്പ് ഞാൻ കൊടുക്കില്ല, എന്നാലും ഓക്കെയാണ്. ഓക്കെ ജെറാഡിന് മുകളിൽ വെക്കാൻ പറ്റുമോ വെച്ച് കഴിഞ്ഞാൽ ബാക്കിൽ ജെറാഡിനെ ആ മുകളിൽ വെക്കാൻ പറ്റുള്ളൂ. വെക്കി റൊണാൾഡീനോ അത് കഴിഞ്ഞിട്ടേ ഞാൻ വെക്കുള്ളൂ. എന്തായാലും അത്യാവശ്യം കുഴപ്പമില്ല, ഡ്രിബിളിങ് കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്തായാലും നിങ്ങൾ ഈ കാർഡ് എടുത്തിട്ട് നിങ്ങൾക്ക് കിട്ടിയ അനുഭവങ്ങളും കാര്യങ്ങളൊക്കെ എന്തായാലും താഴെ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യും. അതുപോലെ നിങ്ങളുടെ റൊണാൾഡീനോയുടെ ഏതെങ്കിലും കാർഡ് നിങ്ങളുടെ കയ്യിൽ കളിക്കുന്നുണ്ട്, നിങ്ങൾ കളിപ്പിക്കാറുണ്ട്, അല്ലെങ്കിൽ കളിപ്പിക്കാത്തതിൻ്റെ റീസൺ എന്താണെന്ന് കാര്യങ്ങളൊക്കെ ജസ്റ്റ് താഴെ കമൻറ്റ് ചെയ്യട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്തൊക്കെയാണ്, വിഷ് ലൈക്ക് ചെയ്യുക, ചാനൽ സബ് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ എന്നാൽ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. അതുവരയ്ക്കും ബൈ.